വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്ക് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. ശകുൻ റാണി എന്ന വോട്ടർ ഇരട്ട വോട്ട് ചെയ്തു എന്നതിന്റെ തെളിവ് ഹാജരാക്കണമെന്നാണ് ഈ നോട്ടീസിൽ പ്രധാനമായും പറയുന്നത്. 2 തവണ വോട്ട് ചെയ്തതിന്റെ തെളിവ് ഹാജരാക്കണമെന്നും തെളിവ് നൽകിയാൽ അന്വേഷിക്കാമെന്നും നോട്ടീസിൽ പറയുന്നു. ഇനി നമുക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണെന്ന് കേൾക്കാം. Now she has no surname, but her first name is Shakun Rani. Right? Go back. But what's really interesting here, Acharya, now she uses this form twice. She uses it first on the 13th, 13/9/23, and then she does it again 31/10/23. So she becomes a voter twice. And then the beautiful thing is, show us the next slide, she actually votes twice. Or somebody votes twice for her. Right? There she is, that's the slip where she's been signed off as having voted in booth 341, and she's done it twice. Now we don't know if she's done it or somebody else has done it. Now this has been 33,000 people here in one assembly that have done this. There is circumstantial evidence. They do not give us the data. They give us the runaround. They have actively themselves said they're going to destroy CCTV footage. This is why they want to destroy it. They want to destroy it so that we cannot identify Shakun Rani voting twice. വളരെ കൃത്യമായി രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. നോട്ടീസ് അയച്ച് ഭയപ്പെടുത്താമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരുതേണ്ടെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പറഞ്ഞു. കേൾക്കാം. തെളിവുകൾ ഹാജരാക്കിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് നോട്ടീസ് കാണിച്ച് ഭയപ്പെടുത്താമെന്ന് ഇലക്ഷൻ കമ്മീഷൻ വിചാരിക്കണ്ട. അവർ വോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞങ്ങളുടെ അടുത്ത് വ്യക്തമായ തെളിവുകളുണ്ട്. ഞങ്ങളുടെ BLA പോളിംഗ് ബൂത്തിലുണ്ടായിരുന്ന ആൾ വോട്ട് ടിക്ക് ചെയ്തതിനകത്ത് ഇവർ 2 വോട്ടും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവരെന്ത് വേണമെങ്കിലും അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് നടപടിയെടുക്കട്ടെ. ഞങ്ങൾക്ക് ഇപ്പം ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾക്കെതിരെയാണ് നടപടി വേണമെങ്കിൽ എടുക്കട്ടെ. പക്ഷേ സത്യം എത്ര വലിയ സ്വർണ്ണപാത്രം കൊണ്ടുവന്നാലും മൂടി വെക്കാൻ കഴിയില്ല. ഈ സത്യം വെളിച്ചത്ത് വരിക തന്നെ ചെയ്യും, ഞങ്ങൾ വരുത്തുക തന്നെ ചെയ്യും. അതാണ് KC വേണുഗോപാലിന്റെ നിലപാട്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഗുഡ് ഈവനിംഗ്. ആദിൽ പാലോട്, രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യ ശരമുനയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതിനിടയിൽ ഇപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നു. ആദ്യം വളരെ കർക്കശ സ്വഭാവത്തിലുള്ളതായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒന്ന് മയപ്പെട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെളിവുകൾ നൽകിയാൽ നടപടിയെടുക്കാം എന്ന മട്ടിലേക്ക് എത്തുന്നു. പക്ഷേ അപ്പോഴും വിചിത്രമായ വാദങ്ങളാണ് നോട്ടീസിൽ ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അല്ലേ ആദിൽ? അരുൺകുമാർ, രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇക്കാര്യത്തിലൊരു വിശദീകരണവും മറുപടിയും ഒക്കെയായി രംഗത്തെത്തുന്നു. രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് നൽകുന്നു. വിശദമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് ഒരു നോട്ടീസും ഒരു കത്തും നൽകുന്ന സാഹചര്യത്തിലേക്ക് സ്ഥിതി എത്തുന്നു. ഇനി രാഹുൽ ഗാന്ധി അതിന് എന്ത് മറുപടി പറയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയാൻ ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ച പ്രസന്റേഷൻ നടത്തിയ ആ രേഖകളൊന്നും ഇലക്ഷൻ കമ്മീഷന്റെ ലിസ്റ്റ് അല്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പിന്നെ ആ ലിസ്റ്റ് എന്ത് എന്ന ചോദ്യമാണ് ഇപ്പോൾ സ്വാഭാവികമായും ഉയരുന്നത്. ഈ ലിസ്റ്റ് ഏതാണെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തണമെന്നും സത്യവാങ്മൂലത്തിനൊപ്പം ആ കാണിച്ച ലിസ്റ്റ് കൂടി സബ്മിറ്റ് ചെയ്യണമെന്നുമുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം നാളെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നാളെ ഇന്ത്യ സഖ്യത്തിന്റെ വലിയ മാർച്ച് നടക്കാനിരിക്കെയാണ് തലേ ദിവസം ഈ രൂപത്തിലെ ഇലക്ഷൻ കമ്മീഷൻ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് കർണാടക സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് ഇത്തരത്തിലൊരു നോട്ടീസ് നൽകിയിരിക്കുന്നത്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ആകട്ടെ ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്നും തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് ഡിജിറ്റൽ കോപ്പി എന്ന നിലയിൽ തന്നെ വോട്ടർ പട്ടിക നൽകാറുണ്ട് എന്നും വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതായാലും കൃത്യമായ നിലപാടുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തുന്നു. രാഹുൽ ഗാന്ധിയുടെ മറുപടി എന്ത് എന്നതിൽ ഒരു വ്യക്തത നാളെയോടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെയാകട്ടെ വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് കാൽനടയായി രാജ്യസഭയിലെയും ലോക്സഭയിലെയും 300 MP-മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധ മാർച്ച്. നാളെ MP-മാർക്ക്, ഇന്ത്യ സഖ്യത്തിലെ MP-മാർക്ക് മല്ലികാർജ്ജുൻ ഖർഗെ അത്താഴ വിരുന്ന് നൽകുന്നു. ആ രൂപത്തിൽ വലിയ പ്രതിഷേധത്തിന് പ്രതിപക്ഷം ഒരുങ്ങുന്നതിനിടെയാണ് ഈ ഒരു നടപടി കൂടി നമ്മൾ ഉണ്ടായിരിക്കുന്നത് എന്ന് വിലയിരുത്താം. ഓക്കെ.